നമ്മളിൽ പലരും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ആക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പലയിടത്തും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ട്രൈ അഗൈൻ ലേറ്റർ എന്ന് പറയുന്ന ഇഷ്യൂ. എന്നാൽ ഈ രണ്ട് ഇഷ്യൂസും നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ടും ഒപ്പം തന്നെ ജെനുവിൻ ആയിട്ടുള്ള രീതിയിലും സോൾവ് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാത്യു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ രണ്ട് ട്രിക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈ അഗൈൻ ലേറ്റർ ഇഷ്യൂ മാത്രം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ ബ്ലോക്ക് ഇഷ്യൂവും ഒപ്പം തന്നെ നമ്മുടെ ട്രൈ അഗൈൻ ലേറ്റർ ഇഷ്യൂ വീണ്ടും വരികയാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതുമാണ്. പിന്നീട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെയും 10K സ്പെഷ്യൽ Q&A വീഡിയോ നമ്മുടെ ചാനൽ നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വിസിറ്റ് ചെയ്താൽ മതിയാവും. ലിങ്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ ഞാൻ ആ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തും വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് താഴെ പോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി നിന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് തന്നെ ട്രൈ അഗൈൻ ലേറ്റർ എന്ന് പറയുന്ന ഇഷ്യൂ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എസ് എന്ന് പറയുന്ന പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോഴ്സ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇനി താഴെ കാണുന്ന ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എസ് എന്ന് പറയുന്ന പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ഡാറ്റയും ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് റീലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ അഗൈൻ ലേറ്റർ എന്ന് പറയുന്ന ഇഷ്യൂ മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ട്രിക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതിയാവും. വീണ്ടും ട്രൈ അഗൈൻ ലേറ്റർ ഇഷ്യൂ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ആക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഇഷ്യൂ വരികയാണെങ്കിലോ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു രണ്ടാമത്തെ ട്രിക്കാണ്. നിങ്ങളുടെ ആക്ഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൈ അഗൈൻ ലേറ്റർ ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ എടുക്കുക. ഇപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വയ്ക്കുക. എൻ്റെ താഴെ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണില്ലേ നിങ്ങളുടെ, ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താഴെയായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താഴെയായിട്ട് ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അവിടെ കാണുന്ന റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു ഇൻ്റർഫേസിലേക്ക് ഇതേപോലെ വരുന്നതായിരിക്കും. അവിടെ മുകളിലായിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ആക്ഷൻ ബ്ലോക്കിൻ്റെയും ഒപ്പം തന്നെ ട്രൈ അഗൈൻ ലേറ്ററിൻ്റെയും രണ്ട് പ്രോബ്ലം ആണെങ്കിലും രണ്ടിൻ്റെയും ഒരു മോഡൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് കണ്ടിട്ട് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണോ ആ ഒരു ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുക. അത് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയും. എന്നിട്ട് മുകളിൽ കാണുന്ന സബ്മിറ്റ് കൊടുക്കുക. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആക്ഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൈ അഗൈൻ ലേറ്റർ ഇഷ്യൂ സോൾവ് ആവുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. ആക്ഷൻ ബ്ലോക്ക് വരുമ്പോഴും ട്രൈ അഗൈൻ ലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂ വരുമ്പോഴും നമുക്ക് ആ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ഫീഡ്ബാക്കിൻ്റെ മോഡൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും ട്രൈ അഗൈൻ ലേറ്ററിൻ്റെയും ഒപ്പം തന്നെ ആക്ഷൻ ബ്ലോക്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി അതൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് താഴെ പോയി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിയേക്കാൻ ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ സൈനിങ് ഔട്ട്.